ഫുട്ബോളിലെ വിശ്വവിജയ ആരാകുമെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ലയണൽ മെസ്സി നയിക്കുന്ന അർജന്റീനയും റോഡ്രിയുടെ സ്പെയിനും കിരീട പോരാട്ടത്തിൽ മുഖാമുഖം വരുമ്പോൾ പ്രവചനം അസാധ്യമാണ്. ഇന്ന് രാത്രി 12:30 ന്യൂയോർക്കിലെ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിലാണ് കിരീടത്തിനായുള്ള തീപാറും പോരാട്ടം. മൂന്ന് രാജ്യങ്ങളിലായി 16 വേദികൾ, 48 ടീമുകൾ, 104 മത്സരം. ഒരു മാസത്തിലേറെ നീണ്ട കാൽപന്ത് ആവേശം ഇനി ഒരൊറ്റ മത്സരത്തിലേക്ക്. ചരിത്രത്തിൽ ആദ്യമായി അർജന്റീനയും സ്പെയിനും ലോകകപ്പ് ഫൈനലിൽ നേർക്കുനേർ വരുന്നു. ലോക കിരീടത്തിനായി കൊമ്പുകോർക്കുന്നത് ടൂർണമെന്റിൽ തോൽവി അറിയാത്ത 2 ടീമുകൾ. ഇതിഹാസ താരം ലയണൽ മെസ്സിയും യുവവിസ്മയം ലാമിൻ യമാലും തമ്മിലുള്ള പോരാട്ടത്തിന് കൂടിയാണ് ന്യൂജേഴ്സി സ്റ്റേഡിയം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് നിലവിലെ യൂറോപ്യൻ തെക്കൻ അമേരിക്കൻ ചാമ്പ്യന്മാർ ഫൈനലിൽ നേർക്കുനേർ വരുന്നത്. സെമി പോരാട്ടത്തിൽ ഫ്രാൻസിനെ തകർത്തായിരുന്നു സ്പെയിൻ ഫൈനലിൽ പ്രവേശിച്ചത്. പ്രതിരോധ മധ്യ മുന്നേറ്റ നിര ഒത്തൊരുമിച്ചുള്ള മത്സരത്തിൽ ആധികാരിക വിജയത്തോടെയാണ് സ്പെയിൻ കലാശ പോരാട്ടത്തിലേക്ക് മുന്നേറിയത്. ഇംഗ്ലണ്ടിനെതിരെ അവസാന നിമിഷം നേടിയ ഗോളാണ് അർജന്റീന ഫൈനൽ ടിക്കറ്റ് എടുക്കാൻ കാരണം. ജയത്തിന്റെ മാധുര്യം മാത്രം അറിഞ്ഞുകൊണ്ടായിരുന്നു മെസ്സിയുടെയും സംഘത്തിന്റെയും ലോകകപ്പ് യാത്ര. ഗോളടിച്ചും ഗോളടിപ്പിച്ചും അർജന്റീനയുടെ ഇതിഹാസ താരമായ ലയണൽ മെസ്സിയും കളിക്കളത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. മധ്യനിരയിൽ ജൂലിയൻ അൽവാരസും ലൗട്ടാറോ മാർട്ടിനസും. ഫൈനലിലെത്തിയ സ്പെയിന്റെ ലക്ഷ്യം 2010 ശേഷം ഒരു കിരീടമാണ്. കരുത്തറ്റ പ്രതിരോധ നിരയാണ് ഹൈലൈറ്റ്. 6 മത്സരത്തിൽ ഗോൾ വഴങ്ങിയത് ഒരൊറ്റ തവണ മാത്രം. പ്രതിരോധ കോട്ടകെട്ടി കുബാർസിയും ലെപ്രോട്ടയും. ഇരുവശങ്ങളിൽ കുക്കുറയെയും പെഡ്രോ പോറയും. മിഡ്ഫീൽഡിൽ റോഡ്രി പെഡ്രി കോംബോ. മുൻനിരയിൽ ലാമിൻ യമാലും. വിവിധ ടൂർണമെന്റുകളിലും സൗഹൃദ മത്സരങ്ങളുമായി ഇരു ടീമുകളും ഇതുവരെ 14 തവണയാണ് നേർക്കുനേർ വന്നിട്ടുള്ളത്. ഇതിൽ 6 മത്സരങ്ങളിൽ സ്പെയിനും 6 മത്സരങ്ങളിൽ അർജന്റീനയും വിജയിച്ചപ്പോൾ 2 മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു. വിശ്വവേദിയിൽ ഇതിഹാസ താരം ലയണൽ മെസ്സിയും യുവവിസ്മയം ലാമിൻ യമാലും തമ്മിലുള്ള പോരാട്ടം ഉദയവും അസ്തമയവും ഒരുമിച്ച് കാണുന്ന സുന്ദര കാഴ്ചയായിരിക്കുമെന്നാണ് കായിക ലോകം വിലയിരുത്തുന്നത്. സ്പോർട്സ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.